Hello dear students and parents, welcome back to Test Europe EduNet and PMTV Study in Europe. I am Dr. Titi Varghese, official educational consultant for Indian students to study in Lithuanian public and private universities. This video is going to be in Malayalam language. ഞാൻ ഇന്ന് ഇവിടെ പറയാനായിട്ട് പോകുന്നത് 2026 സെപ്റ്റംബർ 1 തീയതി മുതൽ ലിത്വേനിയയിലെ വൺ ഓഫ് ദ ടോപ്പസ്റ്റ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള വിൽനിയസ് യൂണിവേഴ്സിറ്റി, അതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. വിൽനിയസ് യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് ആണ്. താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് അഡ്മിഷന് വേണ്ടി കോൺടാക്ട് ചെയ്യുക. അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് +2 തലത്തിൽ മിനിമം ഒരു 62% മാർക്ക് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. IELTS മാൻഡേറ്ററി ചില യൂണിവേഴ്സിറ്റികൾക്കുണ്ട്, എങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്ന പോലെ ഡുവോലിംഗോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് തന്നെ സഫീഷ്യൻ്റ് ആണ്. ഡുവോലിംഗോ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അപ്പോൾ അതിൻ്റെ കൊണ്ട് നിങ്ങൾ സ്റ്റുഡൻസ് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇനി ഞാൻ ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് ആണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ സ്റ്റുഡൻസ് എബ്രോഡ്, ഫോർ എക്സാമ്പിൾ UAE കൺട്രിയിലോ GCCയിലോ USA UK ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് May 1, 2026 ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്. വിൽനിയസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതിൻ്റെ നിലവിലത്തെ റാങ്ക് എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ പ്രകാരം 446ാമത്തെ വേൾഡ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. 446ാമത്തെ റാങ്കിങ് ആണ് വിൽനിയസ് യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോഴുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം അത്രയും റാങ്കിങ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് എങ്ങനെയായിരിക്കും, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, അവിടുത്തെ ഫെസിലിറ്റി എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ പറ്റി തീർച്ചയായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നതാണ്. ബാച്ചിലേഴ്സിന് പ്രധാനമായിട്ടുമുള്ള പ്രോഗ്രാംസ്, മാസ്റ്റേഴ്സിന് എന്തൊക്കെയുണ്ട് ഇത് ഞാൻ വളരെ ബ്രീഫായിട്ട് പറയാം. എലിജിബിലിറ്റി ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം, മിനിമം ഒരു 62% മാർക്ക് ഉണ്ടായിരിക്കണം 12ലും, അതേപോലെ നിങ്ങളുടെ ബാച്ചിലർ തലത്തിലും. അതോടൊപ്പം തന്നെ നല്ല മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. 2 വർഷത്തെ TRP ആണ് ആദ്യം ലഭിക്കുക. ടെമ്പററി റെസിഡൻസ് പെർമിറ്റ്, 1 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ട്, 40 hours പെർ വീക്ക് പാർട്ട് ടൈം ഉണ്ട്. പക്ഷേ പാർട്ട് ടൈം ഞാൻ അങ്ങനെ അധികം പ്രൊമോഷൻ കൊടുക്കാറില്ല. ബാച്ചിലേഴ്സ് ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളതിനെ പറ്റി നമുക്കിനി നോക്കാം. ബാച്ചിലേഴ്സ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഉണ്ട് എന്ന് പറയുമ്പം കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ബയോ ഇൻഫർമാറ്റിക്സ്, ബിസിനസ് ആൻഡ് ഫിനാൻസ്, ബിസിനസ് ഡേറ്റ അനാലിറ്റിക്സ്, സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്യൻ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്യൻ ലാംഗ്വേജ് റഷ്യൻ സ്റ്റഡീസിലും ഉണ്ട്, പോളിഷിലും ഉണ്ട്. എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ്, എക്കണോമിക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, എക്കണോമിക്സ് ആൻഡ് മാനേജ്മെൻറ്റ്, ഇംഗ്ലീഷ് ആൻഡ് അതർ ഫോറിൻ ലാംഗ്വേജ്, ഇപ്പോൾ ജർമ്മനോ ഫ്രഞ്ചോ സ്പാനിഷോ ഒക്കെ പഠിക്കണമെങ്കിൽ അത് ചെയ്യാം. ഇംഗ്ലീഷ് ഫിലോളജി ഉണ്ട്, ഗ്ലോബൽ മാർക്കറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ BBA പ്രോഗ്രാംസ് ആണ് ഇതൊക്കെ കേട്ടോ. ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് സൈബർ സെക്യൂരിറ്റി ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ് ദാറ്റ് മൈ സ്റ്റുഡൻസ് ഓൾവേസ് യൂസ് ടു ആസ്ക് ഫോർ. അതിൻ്റെ നമ്മളുടെ ഇത് വരുന്നത് കൗനാസ് ഫാക്കൽറ്റിയിലാണ്. വിൽനിയസ്, കൗനാസ്, ഷൂലെ എന്നിങ്ങനെ 3 ഡിഫറെൻറ്റ് സിറ്റീസിലായിട്ടാണ് നമ്മുടെ വിൽനിയസ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ വരുന്നത്. PMTV സ്റ്റഡി ഇൻ യൂറോപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ, ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്താൽ മനസ്സിലാകും ഈ ഷൂലെ ഫാക്കൽറ്റി എവിടെയാണ്, അവിടെയുള്ള എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇൻ്റർവ്യൂ, അവിടുത്തെ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസിൻ്റെ ഇൻ്റർവ്യൂ, വിൽനിയസ് യൂണിവേഴ്സിറ്റിയുടെ വിൽനിയസ് എന്നുള്ള സിറ്റിയിൽ നിന്നുള്ള ഒഫീഷ്യൽസിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ അതുകൊണ്ട് നിങ്ങളത് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഗ്ലോബൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഇന്നോവേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഉണ്ട്. അതെല്ലാം BBA പ്രോഗ്രാംസ് ആണ്. അവിടെ നമ്മുടെ നാട്ടിൽ BBA എന്ന് പറയുമ്പം ഒരു ജനറലായിട്ട് പോവുക, പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഷാർപ്പായിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്കാണ് അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇന്റർനാഷണൽ ബിസിനസ് ഉണ്ട്, ഇറ്റാലിയൻ ഫിലോളജി, ലാംഗ്വേജ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാനേജ്മെൻറ്റ്. അപ്പം AI പ്രോഗ്രാം ചോദിച്ച് എപ്പോഴും എന്നോട് സ്റ്റുഡൻസും പേരൻസും ചോദിക്കാറുള്ളതാണ്. AI കോഴ്സ് ഉണ്ട്, പിന്നെ ലിത്വേനിയൻ സ്റ്റഡീസ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ടെക്നോളജി ഉണ്ട്. BSc നഴ്സിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. BSc നഴ്സിംഗ് വിൽനിയസ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. പിന്നെ നമുക്ക് കൊളാബറേഷൻ ഉള്ളത് ലിത്വേനിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് LSMUവിലാണ്. അപ്പോൾ LSMUവിൽ നിരവധിയായിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസ് BSc നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക, മെഡിക്കൽ പ്രോഗ്രാംസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് ലിത്വേനിയൻ ലാംഗ്വേജ് ഇവിടെ വന്നു കഴിയുമ്പോൾ കമ്പൽസറി ആയിട്ട് പഠിക്കണം. B2 ലെവലെങ്കിലും നിങ്ങൾ പാസ്സായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയും നിങ്ങൾക്ക് അത് വെച്ച് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റുകയൊക്കെ ചെയ്യുള്ളൂ. കാര്യം
കാര്യം ഇവിടുത്തെ ലൈസൻസ് കിട്ടണമല്ലോ. ഇപ്പോൾ ഇവിടുത്തെ ലൈസൻസ് കിട്ടണമെങ്കിൽ B2 ലെവൽ പാസ്സായി എക്സാം പാസ്സായി കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ ഇവിടുത്തെ മിനിസ്ട്രിയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ലൈസൻസ് വാങ്ങിക്കാൻ. ഈ ലൈസൻസും കൊണ്ട് നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നാട്ടിലുള്ള പല ആളുകൾക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. എസ്പെഷ്യലി ഞാൻ ഈ കൺസൾട്ടൻസീസിൻ്റെ കേസാണ് പറയുന്നത്. അവർ അത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാറില്ല. പക്ഷേ ലാംഗ്വേജ് മസ്റ്റായിട്ടും വേണം. അത് എല്ലാ സ്റ്റുഡൻസും പേരൻസും ശ്രദ്ധിക്കുക. BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പല മെഡിക്കൽ പ്രോഗ്രാംസിനും. ഇനി പൊളിറ്റിക്സ് ആൻഡ് ഗ്ലോബൽ ചലഞ്ച്, ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾ കാണില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ഒന്നും പഠിക്കാനില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. അങ്ങനല്ല, നമുക്ക് പൊളിറ്റിക്സ് ഓഫ് ഗ്ലോബൽ ചലഞ്ച് ഉണ്ട്. പിന്നെ എക്കണോമിക്സ് പഠിച്ച കുട്ടികൾക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് ഉണ്ട്, സ്കാൻഡിനേവിയൻ സ്റ്റഡീസ് ഉണ്ട്. അതിൽ തന്നെയും ഡാനിഷ്, നോർവീജിയൻ, സ്വീഡിഷ്, ഫിന്നിഷ്. പിന്നുള്ളത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടികൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കാം. സ്പാനിഷ് ഫിലോളജി ഉണ്ട്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ സൊസൈറ്റി, അതും ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന പ്രോഗ്രാമാണ്. ഇനി ബാച്ചിലർ തലത്തിലുള്ള ഇൻറ്റിഗ്രേറ്റഡ് സ്റ്റഡീസ് ആണ് ഒന്ന്, BDS ഡെന്റിസ്ട്രി ഉണ്ട്, പിന്നുള്ളത് MBBS. അപ്പോൾ ഇത്രയും പ്രോഗ്രാംസ് ആണ് എന്ത് ബാച്ചിലർ തലത്തിൽ വിൽനിയസ് യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോസ് ഞാൻ അടുത്തടുത്ത എപ്പിസോഡിൽ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റുഡൻസും പേരൻസും എത്രയും പെട്ടെന്ന് താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാൻ ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് ആണ്. പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെയുള്ള ഇൻസ്റ്റഗ്രാം റീലും യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂസും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അതിൽ നമ്മൾ പാർട്ട് ടൈമിനെ പറ്റിയും സ്കോളർഷിപ്പിനെ പറ്റിയും സ്റ്റേ ബാക്കിനെ പറ്റിയും നമ്മുടെ ഇവിടുത്തെ റെഗുലേഷനെ പറ്റിയും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസും പേരൻസും ഇപ്പോൾ +2 എക്സാം എഴുതാനായിട്ട് പോകുന്നതേ ഉള്ളൂ. സാരമില്ല, നിങ്ങളുടെ +1-ലെ ഗ്രേഡ് വെച്ചിട്ടും ക്രെഡിറ്റഡ് സ്കോർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഇപ്പോഴേ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റും. മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക, ലാംഗ്വേജ് പ്രൊഫഷൻസിയും നല്ല മോട്ടിവേഷനും ഉണ്ടായിരിക്കണം. സ്റ്റഡി പർപ്പസ് ആയിരിക്കണം നിങ്ങളുടെ മെയിൻ പർപ്പസ് ഓഫ് സ്റ്റഡി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ടുള്ള മോട്ടിവേഷനും. അല്ലാതെ വെറുതെ പാർട്ട് ടൈം ചെയ്ത് അങ്ങനെ ഇങ്ങനെ നടക്കുക, അല്ലെങ്കിൽ വേറെ രാജ്യത്തിലേക്ക് മൈഗ്രേഷൻ ചെയ്യാം എന്നൊക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ദയവായിട്ട് അത് ചെയ്യരുത്. അങ്ങനെ സീരിയസ് അല്ലാത്ത സ്റ്റുഡൻസൊന്നും കോൺടാക്ട് ചെയ്യരുത്. സീരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസും പേരൻസും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾക്കും ഇന്ത്യൻ നാഷണൽസ് ആയിട്ടുള്ള എബ്രോഡ് എന്ന് പറഞ്ഞാൽ GCC കൺട്രി, UK, കാനഡ, അതല്ല എന്നുണ്ടെങ്കിൽ ഗൾഫ് റീജിയനിൽ നിന്നുള്ള കുട്ടികൾക്കൊക്കെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴേ നമ്മൾ ഈ പ്രൊസീജിയർ തുടങ്ങണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഓഗസ്റ്റ് അവസാനം ആകുമ്പോൾ ഇവിടെ എത്താനായിട്ട് പറ്റുള്ളൂ. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഈ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ നേരത്തെ ആയിരുന്നു ഒരു 3 മാസം കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്യുന്നത്. 2022 എൻ്റെ സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ് ഞാനാണത് ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് മിനിമം ഒരു 7 to 8 months ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴേ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കൈ കിട്ടുന്നതനുസരിച്ച് നമുക്കത് യൂണിവേഴ്സിറ്റിക്ക് സബ്മിഷൻ ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മിനിമം ഒരു 7 to 8 months ടൈം എടുക്കുന്നത് കൊണ്ട് ഇതിപ്പോൾ നവംബർ തീർന്നു. ഇന്ന് നവംബർ 30-ാം തീയതിയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നവംബർ ഇന്ന് 30, 2025 നാളെ 1-ാം തീയതിയായി. അപ്പം നമുക്ക് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ കറക്റ്റ് സമയമാണ്. 8 മാസം സമയം മാക്സിമം എടുക്കുവാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ഗൈഡൻസ് തരാനും ട്രെയിനിങ് തരാനും TRPയുടെ ഫോർമാലിറ്റീസ് ചെയ്യാനും ഒക്കെ തന്നെ നമുക്ക് സാധിക്കും. പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക, തേർഡ് പാർട്ടി ലിത്വാനിയയ്ക്ക് അലൗഡ് അല്ല. അപ്പോൾ തേർഡ് പാർട്ടി ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട്. നാട്ടിലിരിക്കുന്ന പല കൺസൾട്ടൻസീസും ചെയ്യുന്ന ഒരു പ്രൊസീജിയർ നിങ്ങളോട് പറയും തേർഡ് പാർട്ടി ചെയ്യാമെന്ന്. പക്ഷേ തേർഡ് പാർട്ടി ചെയ്ത് റിജക്ഷൻ ആയിട്ടുള്ള കേസസ് ഉണ്ട്. ഇതാരും പുറത്ത് പറയത്തില്ല. അപ്പോൾ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. 40 മണിക്കൂർ ഒരാഴ്ചയിൽ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു EU കൺട്രിയാണിത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ ബെനിഫിറ്റ് ഉണ്ട്. സ്കോളർഷിപ്പ് ഉണ്ട്, ഇറാസ്മസ് ഇന്റേൺഷിപ്പ്, ഇറാസ്മസ് പ്ലസ് സ്റ്റഡീസ്, യൂണിവേഴ്സിറ്റി തരുന്ന ഫണ്ടിങ്, ഇങ്ങനെ പല ഫണ്ടിങ് ഉണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ അത് വാങ്ങിച്ച് പഠിക്കുന്ന കുട്ടികളും ഇന്റേൺഷിപ്പിന് വേണ്ടി സ്പെയിനിൽ പോയ കുട്ടികളും അവിടെ ഇവിടെയൊക്കെ പോയ കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കേസ് ജെനുവിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിരിക്കണം, ജെനുവിൻ ആയിട്ടുള്ള ഫോർമാലിറ്റിയും പ്രൊസീജിയറും ആയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ റിജക്ഷൻ ചെയ്തു വിടും. അപ്പോൾ തേർഡ് പാർട്ടി ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. പിന്നെ ഏജൻസികൾ പറയുന്ന തേർഡ് പാർട്ടി അങ്ങോട്ടേക്ക് അലൗഡ് അല്ല, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം നിങ്ങളുടെ സ്വന്തം റിസ്കിൽ എന്ന് പറയും. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ റിസ്ക് എടുക്കുകയാണ്.
അതിൽ റിജക്ഷൻ വന്നാൽ അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാര്യം അങ്ങനെ റിജക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു രാജ്യത്തേക്കൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം അതുകൊണ്ട് തേർഡ് പാർട്ടി നോക്കാനായിട്ട് ഇവിടെ പറ്റത്തില്ല. കറക്റ്റായിട്ടുള്ള ഫണ്ടിങ് മിനിമം നമുക്ക് ഇട്ട് കാണിച്ചേ പറ്റുള്ളൂ. അത് പേരൻസിൻ്റെ തന്നെ അക്കൗണ്ടിലായിരിക്കണം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഡയറക്റ്റ് അഡ്മിഷന് വേണ്ടി കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു തരാം. അടുത്തടുത്ത എപ്പിസോഡുകൾ കാണുക. കാര്യം ഓരോ വിഷയങ്ങളെ പറ്റിയും ഓരോ സബ്ജക്റ്റിനെ പറ്റിയും ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.